कि प्रधानमंत्री जी के चुनाव के बाद मुझे पहली बार मिलने का मौका मिला है, तो इस चुनाव के भव्य विजय के लिए भी मैं उनको बधाई देता हूं और आने वाले कालखंड में उनके साथ भारत और कनाडा मिलकर के अनेक क्षेत्रों में प्रगति करेंगे. 2023 ജൂണിൽ കാനഡയിൽ ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജ്ജർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പരാമർശമായിരുന്നു പ്രധാന കാരണം. ഇരു രാജ്യങ്ങളും ഹൈക്കമ്മീഷണർമാരെ പുറത്താക്കുകയും വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തത് സ്ഥിതിഗതികൾ വഷളാക്കി. 2 വർഷങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ G7 ഉച്ചകോടിക്കിടെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം. ഇരു രാജ്യങ്ങളും ഹൈക്കമ്മീഷണർമാരെ നിയമിക്കും. പൗരന്മാർക്ക് പതിവ് നയതന്ത്ര സേവനങ്ങളും പുനഃസ്ഥാപിക്കും. എന്നാൽ നിജ്ജർ വധത്തെപ്പറ്റി ഇന്നലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ കെർണി ജാഗ്രത പാലിച്ചു. We have had a discussion, the Prime Minister and I, about the importance of having the law enforcement to law enforcement dialogue, which is not just dialogue, cooperation directly. അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ പ്രതികരിക്കുന്നില്ലെന്നായിരുന്നു പ്രതികരണം. പരസ്പര ബഹുമാനവും വിശ്വാസവും നിലനിർത്തി ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് കാർണി വ്യക്തമാക്കി. മാർക്ക് കർണി കാനഡയുടെ പ്രധാനമന്ത്രിയായ ശേഷം മോദിയുമായി നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്.